ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അച്ഛൻ പറയട്ടെ. ഇത് പ്രത്യേകത ഒന്നുമില്ല, ബൈക്ക് പറ്റി ഞാൻ പറയാം. അപ്പോൾ എല്ലാ വീഡിയോ സന്തോഷമുള്ള വീഡിയോ, ഈ വീഡിയോ ചെറിയൊരു വിഷമമുള്ള വീഡിയോ. വേറെ ഒന്നല്ല, ഇന്നലെ രാത്രി നമ്മുടെ വീട് മൊത്തം വീണു. മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട് ഒക്കെ വീണു. ഭാഗ്യത്തിന് ആർക്കും ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഞങ്ങൾ നാല് പേരും ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ ന്യൂസിന്റെ തലയിൽ ഒരു ഓട് വീണു, ചെറിയൊരു മുഴ വന്നു. പിന്നെ ചാണ്ട കാല് ചെറുതായിട്ട് ഒരു ഓട് വീണു, കാല് പൊട്ടി. അപ്പോൾ അതാണ് അന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ വീടൊക്കെ കാണിച്ചാരാട്ടാ. അപ്പോൾ കുറേ പേര് ഇതൊക്കെ എടുത്ത് വീട് ഇങ്ങനെ കാണിക്കാം. അടിപൊളിയായിട്ട് ഇപ്പൊ കറക്റ്റായിട്ട് കാണിച്ചാരാൻ പറ്റും. ഓടൊക്കെ മാറ്റണം. ഒരു വിഷ്വൽ എടുക്കാം. അച്ഛാ, ഇതെല്ലാരും കരുതും പക്ഷെ ഇത് ഒന്നല്ല, ഇത് റിയൽ ആണ് കേട്ടാ. ഇപ്പൊ ഇതാണ് രാത്രി ഉണ്ടായത് കേട്ടാ. ലൈവ് ഇരിക്കണ സമയത്തായിരുന്നു വരുന്നത്. നോക്കട്ടെ, അപ്പളാ കണ്ടേ. ഇപ്പൊ തന്നെ നമ്മുടെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ നല്ല ബുധനാഴ്ച ആയതുകൊണ്ട് ഞങ്ങള് മൈക്ക് കൊടുക്കാൻ ലൈവ് ഇടാൻ വേണ്ടി സെറ്റായി നിക്കണ സമയത്ത് പെട്ടെന്ന് ഒരു ഓട് എന്റെ തലയിൽ വീണു. മേളിക്ക് നോക്കിയപ്പോ ഓളിട്ടു. പിള്ളേരകത്തുണ്ടായിരുന്നു, ആ ഒരു പേടിണ്ടായിരുന്നു. ഭാഗ്യത്തിന്റെ പിള്ളേർക്കൊന്നും പറ്റിയില്ല. 2 മിനിറ്റ് കൊണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങള് വേഗം പുറത്തേക്ക് ഓടി. അപ്പൊ പൊന്നൂസിന്റെ വീട് അപ്പുറത്തുള്ളത് കൊണ്ട് നമ്മൾ ഇന്നലെ അപ്പുറത്തേക്ക് പോയി. വീടിന്റെ അകത്ത് നമ്മുടെ വിലപിടിപ്പുള്ള പ്ലേ ബട്ടൺ അങ്ങനെയുള്ള മുതലായ സംഗമ വസ്തുക്കളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഉള്ളിൽ പോയി ഇതൊക്കെ മാറ്റണം. അത് വഴിയായതുകൊണ്ട് ആൾക്കാർക്ക് തടസ്സം. അപ്പം അതൊക്കെ മാറ്റണം. അപ്പം നമുക്ക് ഇനി ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം. ശരി മാറേ. അപ്പം നമുക്ക് ഉള്ളിൽ കുറ്റിട്ടേക്കാം. അപ്പോൾ വീടിൻ്റെ അകത്തൊക്കെ ഒന്ന് കാണിച്ചരാനൊന്നും ഇല്ല, മൊത്തം പോയി. ഇപ്പോൾ ഇത് വഴിയായതുകൊണ്ട് ഇതൊക്കെ പോയിട്ടാ, ഒക്കെ വീണു. ഈ ബൾബ് വീടിൻ്റെ അകത്തായിരുന്നു. ഇതെങ്ങനെ പുറത്ത് വന്നതെന്ന് ഒരു പിടുത്തില്ല. ഫോണി വെച്ച് കയറാം. അയ്യോ, ഇത് നമ്മുടെ അല്ല കേട്ടോ, ഡിഷ് അപ്പുറത്തെ വീട്ടിലത്തെ ഡിഷാണ്. അയ്യ, ഓക്കെ അല്ല എങ്ങനെയൊക്കെ അതിൻ്റെ ആയി മാങ്ങ കുമ്പ എൻ്റെ അടിയിൽ വന്നൊക്കെ ഇരിക്കട്ടാ. ഉള്ളേ കയറിയിരിക്കുക. മൊത്തം പോയി. ആദ്യം പുതിയ പണിയണം. ഈ ഓട് പതുക്കെ ഇറക്കണം. ഇതപ്പുറത്തെ വീട്ടിലത്തെ ഡിഷാണ് കേട്ടോ. കുറേ മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇനി ആശേരീനെ വിളിക്കണം. വീടിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. ഇപ്പം നല്ല ചോറിനൊക്കെ കഴിഞ്ഞ് നമ്മൾ ലൈവ് പോകാനുള്ള പരിപാടിയിലേക്ക് ഇരിക്കുകയായിരുന്നു. അപ്പം അതെ ഇങ്ങനെ വീട് ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഞാൻ ഇവിടെ നിക്കായിരുന്നു ലൈവ് ഇടാൻ വേണ്ടി, ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ നിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഒട്ടി എന്നെ തല വീണത്. അതാ നോക്കൂ, നമ്മുടെ വീടിന്റെ അകത്ത് നിന്ന് പുറമേശൊക്കെ കാണാം. ഫാനാണ് ഈ തൂങ്ങി കിടക്കണേട്ടാ. പൊടിമോള് തുട്ടുമോൻ അവിടെയായിരുന്നു. പ്ലേ ബട്ടൺ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പ്ലേ ബട്ടൺ എടുത്ത് വെച്ച് ഇന്നെന്തിട്ടാ ഇനി ഇത് ശരിയാക്കണം. ഷട്ടർ ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ടി വി എടുത്തോണ്ട് പോയി. അപ്പൊ ഇതൊന്ന് ശരിയാക്കാന്ന് പറഞ്ഞാൽ എളുപ്പം കൊണ്ട് നടക്കണ കേസല്ല. കടപ്പാടും ഉടുപ്പാടും പിന്നെ ഒരു ഉരുപ്പിടി എന്ന് പറഞ്ഞ പോലെ ആദ്യം ഇതൊക്കെ ഇറക്കണം. പാമ്പ് കടിച്ചു. ഇടിവെട്ടി എന്റെ തലയിൽ കാലുമ്പ് പാമ്പ് കടിച്ചതാ. ആകെ ഉണ്ടായിരുന്ന ഒരു സ്വത്തായിരുന്നു വീട്. ആ വീടും ഇങ്ങനെയായി. അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ ചെയ്താണ് കേട്ടാ. അപ്പൊ എല്ലാരും എന്താ പറയാ, ഭാഗ്യം എല്ലാരും പ്രാർത്ഥന കൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് ഭാഗ്യം ആർക്കും ഒന്നും സംഭവിച്ചില്ല. പിന്നെ നമ്മള് ഭാഗ്യം ഉണ്ട് തന്നെ. നിങ്ങളുടെയൊക്കെ ഒരു പ്രാർത്ഥന, നിങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ ഒരു ഗുണമാണ് നമുക്ക്. ഞങ്ങളെ പൂച്ചക്കുട്ടികൾക്കും ഒന്നും പറ്റിയില്ല.
മനുഷ്യന്മാർക്ക് ഒന്നും പറ്റിയില്ല, വീടിനെ മാത്രമേ പറ്റുള്ളൂ. ഇത് സെറ്റാക്കി എടുക്കണം. ദൈവമേ, അത് ആലോചിക്കുമ്പോൾ അറിയില്ല. ആകുണ്ടായിരുന്ന സ്വത്ത് അത് ഈ നിലയ്ക്കാവും ചെയ്തു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് ഈ പ്ലേ ബട്ടനും പിന്നെ നമ്മുടെ വീട്ടിലത്തെ TV ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മക്കളുടെ ഫോട്ടോ ആണ്. അപ്പോൾ നമ്മൾ കുറേ പേര് കളിയാക്കിയിട്ടുണ്ട്, ഇപ്പോഴും കളിയാക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഈ വീട് റെഡിക്ക് നല്ലൊരു വീട് പണിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ തെറിവിളിയും ചീത്തയൊക്കെ കേട്ടിട്ട് നമ്മൾ ഇരിക്കണത്. നമ്മൾ പറയാറുണ്ടല്ലോ, നമുക്ക് സാമ്പത്തികപരമായിട്ട് കുറേ എന്താ പറയുക മൈക്രോ ഫിനാൻസ് ലോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വീടും ഒന്നും ചെയ്യാനും പിടിക്കാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്താ വിചാരിക്കുക, 5 ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട്, അപ്പോൾ നല്ല വരുമാനമുണ്ട്. ഒരിക്കലും ഇല്ല കേട്ടോ. നമ്മൾ ഈ ലോങ് വീഡിയോ ഒന്നും ഇടാത്ത തന്നെ നമുക്ക് വരുമാനം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വീട് അപ്പോൾ പിന്നെ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പറയും ഇതുപോലും ഇല്ലാത്തവരുണ്ട് കേട്ടാ. ഇതില്ലാത്ത ആൾക്കാരും ഉണ്ട്, വീടില്ലാണ്ട് റോഡിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇതെല്ലാം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കോമാളിത്തരൊക്കെ കാണിച്ച് നിങ്ങളുടെ മുമ്പിൽ ചിരിപ്പിച്ച് വന്നിരിക്കണത്. അപ്പോൾ വേറെ ഒന്നല്ല, ഇതെന്തായാലും ഞാൻ ആശേരിനെ കൊണ്ടുവരണം. ഇതിൻ്റെ മരം എടുക്കണം. ഓടൊക്കെ കുറേ പൊട്ടിപ്പോയി. ചുമര് മാത്രം ഉണ്ട്, ചുമരും പശക തന്നെയാണ്. അപ്പോൾ ഇത് കുറേ പേര് ഞങ്ങളടുത്ത് ചോദിച്ചു, ഇത് എന്താ നിങ്ങൾക്ക് തേച്ചുകൂടെയെന്ന്. അപ്പോൾ ഇത് തേക്കാൻ പറ്റില്ല, ഇത് പണ്ടത്തെ ഹോളോ ബ്രിക്സ് ആണ്, ഇപ്പോഴത്തെ താബൂക്കല്ല. ഞാൻ കാണിച്ചു തരാം. അതാ കണ്ട, ഇവിടെയൊക്കെ വിണ്ടു. പിന്നെ ഇതേ കണ്ട, ഇവിടെ വിണ്ടു. ഭാഗ്യം, ആർക്കൊന്നും പറ്റിയില്ല. ഇതാണ് അടക്കള, ചെറിയ അടക്കള. ഇവിടെയൊക്കെ വിണ്ടു. അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ പിടിച്ച ഫ്ലാ ബട്ടനൊക്കെ ഉണ്ടായില്ല, ഒന്നും പറ്റിയില്ല. നമ്മുടെ അയലക്കത്തുള്ള ചേച്ചി പറഞ്ഞു വന്നല്ലോ, പിടിക്ക്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. അപ്പം ഇനി എന്താ പറയുക, ഇത് മൊത്തം ഈ പറഞ്ഞ പോലെ ആശേരിയാണ് കൊണ്ടുവരണം. മരം എടുക്കണം, ഓട് മാറ്റണം. എന്തായാലും ഒരു 5-6 ദിവസം പിടിക്കും. 5-6 ദിവസം പിടിക്കുമെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ജുഗിളി വേണ്ട. ജുഗിളി എന്തായാലും 10-15 കൊല്ലം നമ്മൾ മൈക്രോ ഫിനാൻസ് ലോണുകൾ എടുത്ത് മുടിഞ്ഞു. പിന്നെ ഈ സമ്പാദ്യമില്ലേ നമ്മുടെ കയ്യിൽ. നമ്മൾ യൂട്യൂബിൽ വന്നോട് കൂടിയാണ് നമുക്കിപ്പോൾ മാസത്തിൽ എന്താ പറയുക $100 കഴിഞ്ഞൊരു 10,000 രൂപയ്ക്ക് കിട്ടിയോണ്ട് നമ്മുടെ കടങ്ങളും പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ അവസാനിപ്പിച്ചിട്ട് പോകുമായിരുന്നു. ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ ഒക്കെ ഒതുങ്ങി വന്നപ്പോൾ കിട്ടിയ പണിയാണ്. ഉള്ളവർക്ക് തന്നെ ദൈവം ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ഞാനിതിൽ ഞങ്ങൾ തളരില്ല. ഞങ്ങളിനിയും മുന്നോട്ട് തന്നെ. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇനി വീഡിയോ കാണണം, കളിയാക്കരുത്. ഞങ്ങളുടെ അവസ്ഥ യൂട്യൂബിലെ സന്തോഷം മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതെന്തോ ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിനുള്ള പണിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കളിയാക്കണ ആൾക്കാരുടെ അടുത്ത് ഞങ്ങൾക്ക് ഇതൊരു നല്ലൊരു വീടാക്കാൻ, ഇവിടെ വീട് പണിയാൻ പറ്റില്ല, 2 സെൻറ്റ് സ്ഥലമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കര കയറാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കിടന്ന് ശ്രമിച്ച് നമ്മൾ മുന്നേറി വന്നു. നിങ്ങൾ കുറേ ആൾക്കാരെ സപ്പോർട്ട് കൊണ്ട് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് കൊണ്ടും ഞങ്ങൾ മുന്നേറി വന്നു. പക്ഷേ ഇതുപോലെയായി, ഇനി രക്ഷയില്ല. അപ്പോൾ ഇനി ഒരാഴ്ചക്ക് നമുക്ക് ഇവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇനി അതിന് ശേഷം നമുക്കിതൊക്കെ ഇറക്കി അരയിലൊക്കെ കൈയും കാലൊക്കെ പിടിച്ച് വേറെ വീടാന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ സ്വന്തം വീട് തന്നെയാണ്. ഇനി താമസിക്കാൻ പോകുന്നത് അമ്മാമ്മയുടെ വീട്ടിലാണ്. അമ്മാമ്മയുടെ വീട്ടിൽ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അത് കാരണം അമ്മാമ്മയുടെ വീട്ടിൽ താമസിക്കണേ. ഇനി ആരും പറയരുത് സ്വന്തം വീടാണ് ഇങ്ങനെയൊന്നും പറയരുതിട്ടാ. അവിടെയാണ് അമ്മാമ്മയുടെ വീട്, അവിടെ ഞങ്ങൾ താമസിക്കുന്നു. അമ്മാമ്മയുടെ വീട് ഇപ്പൊ ഇതിലാകെ കൂടി ഒരു ഗുണുണ്ടായത് വെച്ചാൽ പൊന്നൂസിനെ കെട്ടിയോട് കൂടി ഒരു ഗുണുണ്ടായതാന്ന് വെച്ചാൽ ഇത് ഇടിച്ചോ വാടകയ്ക്ക് പോകണ്ട. തൊട്ടപ്പുറത്ത് പൊന്നൂസിന്റെ അമ്മയുടെ വീടായത് കൊണ്ട് അമ്മാമ്മയുടെ വീട്ടിലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ കുറേ പേര് പറയാറുണ്ട് നിങ്ങൾക്കൊരു നല്ല വീട് വയ്ക്കാൻ പറ്റണം, നിങ്ങളുടെ അവസ്ഥ നല്ല അവസ്ഥയാവും, നിങ്ങൾക്ക് വീട് വയ്ക്കാൻ പറ്റും, നിങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ പറയണ ആ പ്രാർത്ഥന കൊണ്ടാണ് ഞങ്ങൾ കൂടെ ഇങ്ങനെ എത്തിയതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൻ്റെ അടിയിൽ നിന്ന് മാറിയ പോയേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഇനി തുടർന്നുണ്ടാവണം. കളിയാക്കുന്നവർ കളിയാക്കിക്കൊണ്ടിരിക്കട്ടെ. ഞങ്ങൾക്ക് എവിടെയെങ്കിലും എത്തും വരെ ഞങ്ങളിത് തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനി വീട് പണിയല്ല, ഇത് പൊളിച്ചു മേയലും ഇത് ഓട് വെക്കലും അതിൻ്റെ വീഡിയോകളൊക്കെ ഉണ്ടാവും. എല്ലാവരും കാണണം, പൈസ ഉണ്ടാക്കലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ എല്ലാവർക്കും
ശുഭദിനം. ശുഭദിനം. ബൈ ബൈ.